പ്രിയ സജ്ജനങ്ങളെ, സദനമസ്കാരം. ഏകാത്മതാ സ്തോത്ര പഠനത്തിൽ നമുക്കിന്ന് ചിന്തിക്കേണ്ടത് ഭഗവാൻ വേദവ്യാസൻ. ഹനുമാൻ ജനകോ വ്യാസോ വ്യാസോച്ചിഷ്ടം ജഗത് സർവം. വളരെ പ്രസിദ്ധമായ ഒരു വചനമാണിത്. വ്യാസന്റെ ഉച്ചിഷ്ടമാണ് ഈ ജഗത്തിൽ കാണുന്നത് എല്ലാം. അതായത് ഭഗവാൻ വേദവ്യാസൻ കൈവക്കാത്ത മേഖലയില്ല. 4 വേദങ്ങൾ, വേദം ആയിരുന്നു നമ്മുടെ അടിസ്ഥാന ഗ്രന്ഥം. അതിനെ നാം ശ്രുതി എന്നായിരുന്നു വിളിച്ചത്. അതായത് ഗുരു ശിഷ്യന് പറഞ്ഞു കൊടുത്തു, ആ ശിഷ്യൻ പിന്നീട് ഗുരുവായി തീർന്നു. അങ്ങനെ തലമുറകൾ ആചാര്യന്മാരിലൂടെ കൈമാറി വന്ന ശ്രുതികൾ കേട്ടുപഠിച്ചത് അതിനെ ഗ്രന്ഥരൂപത്തിലാക്കേണ്ട സന്ദർഭം വന്നപ്പോൾ അതിനെ 4ആയി വ്യസിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിന് വേദവ്യാസൻ, വേദങ്ങളെ വ്യസിച്ചവൻ എന്ന അർത്ഥത്തിൽ പേര് ലഭിച്ചു. 4 വേദങ്ങളും 18 പുരാണങ്ങൾ, മഹാഭാരതം, ബ്രഹ്മസൂത്രം എന്നിവയുടെ കർത്താവാണ് അദ്ദേഹം. വേദങ്ങൾ വിഭജിച്ചു, അതുകൊണ്ട് വേദവ്യാസൻ എന്ന പേരുണ്ട്. അദ്ദേഹത്തിന്റെ മറ്റൊരു പേരാണ് ബാദരായണൻ. ബദരീവനത്തിൽ തപസ്സനുഷ്ഠിച്ചതിനാൽ അദ്ദേഹം ബാദരായണൻ എന്നും അറിയപ്പെടുന്നു. ഇദ്ദേഹത്തിന്റെ ഐതിഹ്യം ഇങ്ങനെയാണ്. ഒരിക്കൽ മത്സ്യത്തൊഴിലാളികൾ പിടിച്ച ഒരു മത്സ്യത്തിന്റെ വയറ്റിൽ 2 മനുഷ്യക്കുഞ്ഞുങ്ങളെ കണ്ട് അവർ തങ്ങളുടെ രാജാവിന് ആ കുഞ്ഞുങ്ങളെ നൽകി. മത്സ്യൻ എന്ന ആൺകുഞ്ഞ് പിന്നീട് മത്സ്യവംശം സ്ഥാപിച്ച് രാജാവായി. മത്സ്യഗന്ധി എന്ന പെൺകുഞ്ഞ് കാളി എന്ന പേരിൽ വളർന്നു. ഈ കാളിക്കും പരാശര മഹർഷിക്കും ദിവ്യമുഹൂർത്തത്തിൽ പിറന്ന മകനാണ് കൃഷ്ണദ്വൈപായനൻ. ദ്വീപിൽ ജനിച്ചതിനാൽ ദ്വൈപായനൻ എന്നും കറുത്തവനാൽ കൃഷ്ണൻ എന്നും അറിയപ്പെട്ടു. കൃഷ്ണൻ ചെറുപ്പത്തിലെ പരാശര മഹർഷിയിൽ നിന്ന് ശാസ്ത്രങ്ങളെല്ലാം അഭ്യസിച്ചു. വ്യാസന്റെ മകനാണ് ശുക്ര മഹർഷി. ശുകനാണ് പരീക്ഷിത്ത് രാജാവിനെ ഭാഗവതം കേൾപ്പിക്കുന്നത്. വ്യാസന്റെ അമ്മ കാളി ശന്തനു രാജാവിനെ വിവാഹം ചെയ്ത് സത്യവതി എന്ന പേര് സ്വീകരിച്ചു. സത്യവതിക്ക് 2 മക്കളുണ്ടായി, ചിത്രാംഗതനും വിചിത്രവീരനും. സന്താന സൗഭാഗ്യമില്ലാതെ 2 പേരും മരണപ്പെട്ടതിനാൽ സത്യവതി മൂത്ത മകനായ വ്യാസനെ സ്മരിച്ചു. വ്യാസൻ തൻ്റെ സഹോദരിമാരുടെ ഭാര്യമാരിൽ 2 മക്കളെ ജനിപ്പിച്ചു, ധൃതരാഷ്ട്രനും പാണ്ഡുവും. ദാസിയിലുണ്ടായ മകനാണ് വിതുരൻ. വ്യാസൻ തൻ്റെ ജീവിതത്തിൻ്റെ മുഖ്യഭാഗം തപസ്സിലാണ് കഴിച്ചത്. മഹാഭാരതത്തിലെ പല സന്ദർഭങ്ങളിലും വ്യാസൻ ഇടപെടുന്നതായി കാണാം. അക്കാലത്തെ മഹാന്മാരെല്ലാം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തെയും ഉപദേശത്തെയും വിലമതിച്ചിരുന്നു. യുധിഷ്ഠിരൻ്റെ രാജസൂയ അശ്വമേധ സമയങ്ങളിൽ വ്യാസനാണ് വഴികാട്ടിയും ഉപദേഷ്ടാവായും പ്രവർത്തിച്ചത്. മഹാഭാരത യുദ്ധം ധൃതരാഷ്ട്രർക്ക് വിവരിച്ചു കൊടുക്കുവാൻ സഞ്ജയന് ദിവ്യദൃഷ്ടി നൽകിയത് വേദവ്യാസനാണ്. യുദ്ധാനന്തരം യുധിഷ്ഠിരന് രാജനീതി ഉപദേശിക്കുന്നതും പുത്രന്മാരെല്ലാം നഷ്ടപ്പെട്ട ദുഃഖത്താൽ ആത്മഹത്യക്കൊരുങ്ങിയപ്പോൾ ധൃതരാഷ്ട്രനെ പിന്തിരിപ്പിക്കുന്നതും വ്യാസനാണ്. ഹിമാലയത്തിൽ വ്യാസഗുഹ എന്ന് പിന്നീട് അറിയപ്പെട്ട സ്ഥലത്ത് അവസാന കാലത്ത് അദ്ദേഹം സ്ഥിരതാമസമാക്കി. അക്കാലത്ത് 11 സ്ത്രീകളടക്കം 360-ലധികം ഋഷിമാരുടെ സൂക്തങ്ങളെ സമാഹരിച്ച് 4 ശിഷ്യന്മാർ വഴി വിഭജിച്ചു. 4 വേദങ്ങൾ രചിച്ചു. അതുവരെ ശ്രുതി എന്ന പേരിൽ കേട്ടുപഠിച്ചിരിക്കുന്ന അവയെ ഗ്രന്ഥങ്ങളാക്കി. ഋഗ്വേദമാണ് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ആദ്യ ഗ്രന്ഥം എന്നറിയുക. 4 വേദങ്ങൾക്ക് അദ്ദേഹം 4 ശിഷ്യന്മാരെ നിയോഗിച്ചു. ഋഗ്വേദത്തിന് പൈലൻ, യജുർവേദത്തിന് വൈശംപായനൻ, സാമവേദത്തിന് ജൈമിനി, അഥർവവേദത്തിന് സുമന്തു എന്നിവർ. ഇവർ പുതിയ പദപാരമ്പര്യത്തിന് തുടക്കം കുറിച്ചു. വേദ തത്വങ്ങളെ തന്നെ കഥയിലൂടെ സാമാന്യ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ അദ്ദേഹം പുരാണങ്ങൾ രചിച്ച് ലോമേശ ഋഷിയെ പഠിപ്പിച്ചു. വേദസൂത്രങ്ങൾ ക്രോഡീകരിക്കുവാനും അന്യ ആശയങ്ങളെ സാങ്ക്യം, ചാർവാകം മുതലായവയെ ഖണ്ഡിക്കുവാനും ബ്രഹ്മസൂത്രം രചിച്ച് തൻ്റെ മകൻ ശുകനെയും പഠിപ്പിച്ചു. ഇങ്ങനെ തൻ്റെ ഗ്രന്ഥങ്ങളെല്ലാം പരമ്പരയിലൂടെ അദ്ദേഹം ഉറപ്പിച്ചു. ആഷാഢമാസത്തിലെ പൂർണിമ വ്യാസപൂർണിമ എന്ന പേരിൽ അറിയപ്പെടുന്നു. അതായത് നാളെ 2020 ജൂലൈ 5-ാം തീയതി
ഭഗവാൻ വേദവ്യാസന്റെ ജന്മദിനമാണ് എന്ന് മനസ്സിലാക്കുക. ആഷാഢമാസത്തിലെ പൂർണിമയാണ് വ്യാസപൂർണിമ എന്നും അറിയപ്പെടുന്നു. ആ ഭഗവാൻ വേദവ്യാസനെ നമുക്ക് നമസ്കരിക്കാം. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.